ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നീക്കങ്ങളും. ഒരു കാലത്ത് എണ്ണയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ പ്രതിരോധ പങ്കാളികളായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് ഇന്ത്യയും യും ചേർന്ന് ചരിത്രപരമായ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. ഈ ബന്ധം വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ കൈക്കലാക്കി വെച്ചിരുന്ന പഴയ ഗൾഫ് സ്വാധീനത്തെ പാടെ പിഴുതെറിയുന്ന ഒരു നയതന്ത്ര യുദ്ധം കൂടിയാണ്. യിലെ ഫുജൈറ തുറമുഖത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളും അതിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയും ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്ന ചരിത്രപ്രധാനമായ പ്രതിരോധ കരാറും ഈ മാറ്റത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനെ കൈവിട്ട് ഇന്ത്യയെ നെഞ്ചേറ്റുന്നത്? ഇന്ത്യയും യും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ കരാർ പാകിസ്ഥാന്റെ പതനത്തിന് എങ്ങനെ കാരണമാകും? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഈ നീക്കം എത്രത്തോളം നിർണായകമാണ്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമാണ് ഫുജൈറ തുറമുഖം. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തുള്ള ഈ മേഖലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ ഒന്നിനെട്ടി. എന്നാൽ ഈ സമയത്ത് യുഎഇക്കൊപ്പം നിന്നത് ഇന്ത്യ ആയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുക മാത്രമല്ല, മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ മുന്നിലുണ്ടാകുമെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആക്രമണങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടി വളരെ കർശനമായിരുന്നു. ഇത്തരം പ്രകോപനങ്ങൾ അനുവദിക്കില്ലെന്ന ഇന്ത്യയുടെ നിലപാട് യുഎഇയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. ഇനി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും യും തമ്മിലുള്ള വലിയ പ്രതിരോധ കരാറിന്റെ പശ്ചാത്തലം ഒരുങ്ങുന്നത്. 2026 ജനുവരിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തന്റെ മുഴുവൻ മന്ത്രിസഭയുമായി ഇന്ത്യയിലെത്തിയത് കേവലം ഒരു സന്ദർശനമായിരുന്നില്ല. 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ചയിൽ പിറന്നത് വരും തലമുറകൾ ചർച്ച ചെയ്യുന്ന ഒരു പുതിയ പ്രതിരോധ കൂട്ടായ്മയാണ്. സൈനികമായ പരിശീലനങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനും അപ്പുറം സൈബർ സുരക്ഷയിലും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ആധുനികമായ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറുന്നതിലൂടെ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ ശക്തികളായി ഈ രണ്ട് രാജ്യങ്ങളും മാറുകയാണ്. എന്നാൽ ഈ കൂട്ടുകെട്ട് ഏറ്റവും വലിയ പ്രഹരമായിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഒരു കാലത്ത് ഇസ്ലാം മതത്തിന്റെ പേരിലും മറ്റും അറബ് രാജ്യങ്ങളെ കയ്യിലെടുത്തിരുന്ന പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ പാടെ പാളിയിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാനോട് തങ്ങൾ നൽകിയ കടം തിരിച്ചടയ്ക്കാൻ യുഎഇ ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. സ്വന്തം രാജ്യത്ത് പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും യുഎഇ മടിച്ചില്ല. സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രതിരോധ കരാറുകളേക്കാൾ വലിയ പ്രാധാന്യമാണ് ഇന്ന് ഇന്ത്യയുമായുള്ള ബന്ധത്തിന് യുഎഇ നൽകുന്നത്. അറബ് ലോകത്ത് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന മാന്യതയും സ്വാധീനവും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ കരുത്താർജിച്ച സാമ്പത്തിക നിലയും നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര ബന്ധങ്ങളും ഇന്ന് ഗൾഫ് മേഖലയെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾ നൽകുന്ന വായ്പകൾക്ക് കൃത്യമായ മറുപടി നൽകാത്ത പാകിസ്ഥാനേക്കാൾ തങ്ങളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും കൂട്ടുനിൽക്കുന്ന ഇന്ത്യയാണ് യുഎഇ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ പ്രതിരോധ കരാർ വരും ദിവസങ്ങളിൽ പൂർണ്ണ രൂപത്തിലാകുമ്പോൾ അത് ഇന്ത്യയുടെ സൈനികമായ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ശബ്ദം ഇനിയും ഉറക്കെ കേൾക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ. യുഎഇയും ഇന്ത്യയും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ സഹകരണം വെറും ഒരു സൈനിക നീക്കം മാത്രമല്ല, ഇത് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിന്റെ തുടക്കം കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച യുഎഇയിലൂടെ സൗദി അറേബ്യയിലൂടെയും യൂറോപ്പിലേക്ക് നീളുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയും യും തമ്മിലുള്ള ഈ പ്രതിരോധ കരാറുകൾ വലിയ പങ്കുവഹിക്കും. കടൽ കടന്നുള്ള വ്യാപാര പാതകളിൽ സമാധാനം നിലനിർത്താൻ ഇന്ത്യയുടെ നാവികസേനയും യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പോലും പ്രതിരോധിക്കാൻ സഹായിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഫുജൈറ തുറമുഖം പോലെയുള്ള ഇടങ്ങളിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന മുൻഗണന യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മുടെ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുകയാണ്. പാകിസ്ഥാന്റെ ഇന്ധനത്തിനും പണത്തിനുമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുമ്പോൾ ഇന്ത്യ യുഎഇയുമായി ചേർന്ന എണ്ണ ശേഖരണത്തിനുള്ള വമ്പൻ ടാങ്കുകൾ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ
രാഷ്ട്രീയ തന്ത്രമാണ്. ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. UAE-യിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണിത്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം ദൃഢമാകുമ്പോൾ അവിടെയുള്ള ഓരോ ഇന്ത്യക്കാരനും അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് ലഭിച്ചിരുന്ന പരിഗണന ഇന്ന് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്കും അവിടുത്തെ പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത സ്വീകരണമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഗൾഫ് മണ്ണിൽ ലഭിക്കുന്നത്. ഇത് ഇന്ത്യയുടെ പാസ്പോർട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച മൂല്യത്തിന്റെ തെളിവ് തന്നെയാണ്. ഇനി അവസാനമായി പറയുകയാണെങ്കിൽ ഈ പ്രതിരോധ കരാർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ തുടർന്നാൽ ലോകത്തിന്റെ മുൻനിരയിൽ നിന്ന് അവർ പൂർണ്ണമായും പുറത്താകുമെന്ന് UAE-യും സൗദി അറേബ്യയും ഈ നീക്കങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ ആകട്ടെ തന്റെ അയൽ രാജ്യങ്ങളെ നയതന്ത്രപരമായി എങ്ങനെ നേരിടണം എന്നതിൽ പുതിയൊരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ മഹാശക്തികളുടെ കൂട്ടുകെട്ട് വരും വർഷങ്ങളിൽ ഏഷ്യയുടെയും ലോകത്തിന്റെയും ചരിത്രം മാറ്റിയെഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രതിരോധ കരാറിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വിപ്ലവകരമായ മാറ്റമാണ് സാമ്പത്തിക രംഗത്ത് നടക്കുന്നത്. ഇന്ന് ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാരം പലപ്പോഴും നടക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ രൂപയിലാണ്. ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസിയിൽ ഇടപാടുകൾ നടത്താൻ UAE തയ്യാറായത് ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. പാകിസ്ഥാന്റെ കറൻസിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു വിലയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. രൂപയിലുള്ള ഈ ഇടപാടുകൾ വഴി ലഭിക്കുന്ന ലാഭം പ്രതിരോധ മേഖലയിലെ പുതിയ ഗവേഷണങ്ങൾക്കായി ഉപയോഗിക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കും. ഇനി പ്രതിരോധ മേഖലയിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യ ഇന്ന് വെറുമൊരു ആയുധ ഇറക്കുമതി രാജ്യമല്ല. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആകാശത്തും കടലിലും ഒരേപോലെ പ്രയോഗിക്കാൻ കഴിയുന്ന ഇത്തരം മിസൈലുകൾ UAE-യുടെ പ്രതിരോധ നിരയുടെ ഭാഗമായാൽ അത് പാകിസ്ഥാനും അവരുടെ സഖ്യകക്ഷികൾക്ക് നൽകുന്ന ഭീഷണി ചെറുതല്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികൾ അറബ് മണ്ണിലെത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തും. ഇനി ഇതുകൂടാതെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു സഹകരണം ഇപ്പോൾ നിലവിലുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാനോ പണം ഒഴുക്കാനോ ഉള്ള ഇടമായി ഗൾഫ് നാടുകൾ ഇനി ഉപയോഗിക്കപ്പെടില്ല. കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിലും രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിലും ഇന്ത്യയും UAE-യും ഇന്ന് ഒരേ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നവർക്ക് ഇനി ലോകത്തിന്റെ ഒരിടത്തും സുരക്ഷിതമായ ഒളിത്താവളം ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പ്രതിരോധ കരാറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. പണ്ടുകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അറബ് രാജ്യങ്ങൾ മിക്കവാറും പാകിസ്ഥാന്റെ പക്ഷത്താണ് നിന്നിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി. ഇന്ത്യയുടെ ആധുനിക സാങ്കേതിക വിദ്യയും UAE-യുടെ സാമ്പത്തിക സുസ്ഥിരതയും ചേരുമ്പോൾ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും. പാകിസ്ഥാന്റെ പ്രസക്തി ഈ മേഖലയിൽ പാടെ ഇല്ലാതാകുകയും ഭാരതം ഒരു വിശ്വഗുരുവായി ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.